അറിയായിരിക്കുമല്ലേ? എന്നാലും ഞങ്ങളൊന്ന് കാണിച്ചു തരാം. അതിനു മുൻപായി ഒരു ചെറിയ കാര്യം. നേരത്തെ വീഡിയോയിൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ അനബിയ. എന്നെ വീട്ടിൽ നിയ എന്നും വിളിക്കും. എൻ്റെ പേര് മുഹമ്മദ് സില. എൻ്റെ പേര് മുഹമ്മദ് സൈന. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരാളും കൂടി ഉണ്ട്. ഞങ്ങളുടെ ഫാമിലിയിലെ ക്യൂട്ട് മെമ്പർ. നയൽ എന്നാണ് പേര്. നിലു എന്ന് വിളിക്കും. ഞങ്ങളുടെ ചാനലിന്റെ പേര് സിസ് ബ്രോസ് ഫണ്ട് എന്നാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഞങ്ങൾ സ്കൂളിലുള്ളപ്പോൾ അധ്യാപക ദിനം ആഘോഷിക്കാൻ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ഒരു ചാർട്ടാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അധ്യാപക ദിനത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ വളരെയധികം മിസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യാപക ദിനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മാതാപിതാ ഗുരുദൈവം എന്ന ആപ്തവാക്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ആദ്യാക്ഷരം പകർന്നു വന്ന അമ്മയും തണലേകിയ അച്ഛനും അറിവ് പകർന്നു വന്ന ഗുരുനാഥന്മാരും ദൈവതുല്യരാണ് എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗുരുക്കന്മാരുടെ പ്രാധാന്യം. എല്ലാവരും ഇപ്പോൾ ഉള്ളത് നമ്മളുടെ ആദ്യ വിദ്യാലയത്തിൽ തന്നെയാണ്. ഏതാണ് നമ്മളുടെ ആദ്യ വിദ്യാലയം എന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ വീട് തന്നെയാണ്. വീട്ടിൽ നിന്ന് നമ്മൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നു. എന്ത് രസമാണ് ഓൺലൈൻ ക്ലാസ്സുകൾ. ഓൺലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞാലും നമ്മൾക്ക് കുറേ പണികളുണ്ട്. അത് ഞങ്ങളുടെ ടീച്ചർ തരുന്ന ആക്ടിവിറ്റീസ് തന്നെയാണ്. വീട്ടിലെ ഗുരുനാഥന്മാർ ഞങ്ങളെ പഠിപ്പിക്കും. നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ അരികിൽ ഇല്ലെങ്കിലും അവർ നമ്മൾക്ക് വേണ്ടി വീട്ടിലിരുന്ന് വളരെയധികം ജോലി ചെയ്യുന്നുണ്ട്. ഫോണിലൂടെ കാര്യങ്ങൾ വിളിച്ചു തിരക്കുന്നു, നിരന്തരം വാട്സപ്പിലൂടെ മെസ്സേജുകൾ അയക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രശസ്ത വാക്യം ഓർക്കുകയാണ്. അധ്യാപകർ മെഴുകുതിരി പോലെയാണ്, മറ്റുള്ളവർക്ക് പ്രകാശം പകർന്നുകൊണ്ട് സ്വയം എരിഞ്ഞടങ്ങുന്നു. ഞങ്ങളുടെ അധ്യാപകരെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഈ മിസ്സിങ് മാറ്റാനായി ഗൂഗിൾ മീറ്റ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ക്ലാസ് മുറിയിലെ മനോഹാരിത വീട്ടിലിരുന്നാൽ കിട്ടില്ലല്ലോ. ഞങ്ങൾക്കും ഞങ്ങളുടെ ടീച്ചേഴ്സിനെ വളരെയധികം മിസ് ചെയ്യുന്നു. മിസ് യു മൈ ടീച്ചേഴ്സ്. ഞങ്ങളുടെ ടീച്ചേഴ്സിനെ വളരെയധികം ഇഷ്ടമാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്ത നേട്ടങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നാം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണ് ഒരു കുട്ടിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നാം നമ്മുടെ അധ്യാപകരോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവുമാണ് നമ്മെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നത്. അധ്യാപകരുടെ അധ്യാപകനായി കരുതപ്പെടാവുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അറിവ് പകർന്നു നൽകുക എന്നതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ജോലിയായി കരുതപ്പെടുന്നത്. അറിവുള്ളവനെ ലോകം അംഗീകരിക്കും. അറിവിന്റെ ലോകത്തേക്ക് ഞങ്ങളെ പിച്ചവെച്ച് നടത്തി ഇവിടെ വരെ എത്തിച്ച എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ അധ്യാപക ദിനാശംസകൾ. ഈ വീഡിയോ ഞങ്ങൾ അവർക്കായി സമർപ്പിക്കുന്നു. അമ്മതൻ കൈ പിടിച്ചു ഞാൻ നടന്നിത് അറിവിൻ ആദ്യ വിദ്യ